2 മുസ്ലിം യുവാക്കളെ ഗോരക്ഷാസേന പഹൽഗാം ഭീകരാക്രമണത്തിന് ബദലായി കൊന്നിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത UP-യിൽ നിന്നും വരികയാണ്. ജയ് ശ്രീറാം, ജയ് മോദി. ഇത് നമ്മുടെ ആരിഫ് സാറിന്റെ പേജാണ്. ഇദ്ദേഹം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ലോകത്തും അറിയപ്പെടുന്ന ഒരു മനുഷ്യസ്നേഹിയാണ്. ഇപ്പോൾ ഓരോ മുസ്ലിമും പൊട്ടൻഷ്യൽ ജിഹാദിയാണെന്ന ഇദ്ദേഹത്തിന്റെ ആ സത്യം UP-യിലെ ഗോരക്ഷാസേന മനസ്സിലാക്കിയിട്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിലെ സംഘികൾക്കും ക്രിസംഘികൾക്കും മുസ്ലിങ്ങളെ പേടിയായതുകൊണ്ടാണോ എന്തോ ഒന്നും അറിയില്ല, അവർ ഇതുവരെ മുസ്ലിങ്ങളെ കൊന്നിട്ട് ഇന്ത്യ ശുദ്ധീകരിക്കുന്ന പരിപാടി അവർ തുടങ്ങിയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ताजनगरी आगरा में 2 कटुए मारे गए। छत्री गोरक्षा दल इसकी जिम्मेदारी लेता है और भारत माता की सौगंध 26 का बदला अगर 2600 से ना लिया तो मैं भारत माता का पुत्र नहीं। जय श्री राम, जय हिंदू राष्ट्र, भारत माता की जय. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് മനസ്സിലാവാത്തവർക്കായിട്ട് പഹൽഗാമിൽ 26 ഹിന്ദുക്കളെ കൊന്നതിന് പകരമായി 260 മേത്തപ്പന്നികളെ കൊന്ന് അവരുടെ രക്തം കൊണ്ട് ഭാരതമാതാവിനെ കുളിപ്പിച്ച് ശുദ്ധീകരിക്കുമെന്നാണ് നമ്മുടെ പ്രിയങ്കരനായ ഗോരക്ഷാ സൈനികൻ പറയുന്നത്. ഇതുതന്നെയാണ് ആരിഫ് സാറും രവിചന്ദ്രൻ സാറും ഒക്കെ പറയുന്നത്. ഓരോ മുസ്ലിമും പൊട്ടൻഷ്യൽ തീവ്രവാദിയാണ്. അവരൊന്നുകിൽ രവിചന്ദ്ര സാറിന്റെ എസൻസിലേക്ക് മതം മാറുക, അല്ലെങ്കിൽ കാസക്കാരുടെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതം മാറുക, അല്ലെങ്കിൽ യൂറോപ്പിൽ 16-ാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങളുടെയും ജൂതന്മാരുടെയും 2 മുറിയണ്ടികളാണ്. മൊത്തം കൊന്നു, ഒരെണ്ണം ബാക്കിയാവാതെ കൊന്ന്, അല്ലെങ്കിൽ മതം മാറ്റി യൂറോപ്പ് ശുദ്ധീകരിച്ചു. അതേപോലെ ഇന്ത്യയിലും ഞങ്ങൾ ചെയ്യും. കാരണം ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. പട്ടാളവും സൈന്യവും ഒക്കെ ഞങ്ങളുടെ കയ്യിലാണ്. ബാബരി മസ്ജിദ് തകർത്തു, ഒരുപാട് മുസ്ലിങ്ങളെ കൊന്നു, ഒരു കോടതി ഞങ്ങളെ ശിക്ഷിച്ചില്ല. മാത്രമല്ല ഞങ്ങൾക്ക് ഇന്ത്യക്കാർ അധികാരം തന്ന് അഭിനന്ദിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് മേത്തപ്പന്നികൾ തങ്ങളുടെ മതഭ്രാന്ത് വിട്ടിട്ട് ഒന്നുകിൽ നരേന്ദ്രമോദിയുടെ, രവിചന്ദ്രൻ സിയുടെ, ആരിഫ് സാറിന്റെ RSSലേക്ക് വരിക, അല്ലെങ്കിൽ ലോകത്ത് വളരെ സമാധാനമായിട്ട് അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ഒക്കെ മേത്തപ്പന്നികളെ കൊന്ന ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരിക. രവീന്ദ്രൻ സാറിന്റെയും ജാമിദ ടീച്ചറുടെയും മറുനാടൻ മലയാളിയുടെയും ABC ചാനലിന്റെയും ആരിഫ് സാറിന്റെ ചാനലിന്റെയും ഒക്കെ കണ്ടന്റ് കണ്ടാൽ, വാർത്തകൾ കണ്ടാൽ ലോകത്ത് ഒരേ ഒരു പ്രശ്നം ഇസ്ലാമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് ഞാൻ മുസ്ലിങ്ങളോട് താക്കീത് ചെയ്യുകയാണ്. ഒന്നുകിൽ നിങ്ങൾ ഇസ്ലാം വിട്ട് രവിചന്ദ്രൻ സാറിന്റെയോ കാസൻ ക്രിസ്ത്യാനികളുടെയോ മതത്തിലോട്ട് മാറുക, അല്ലെങ്കിൽ ചാവാൻ തയ്യാറാവുക. അപ്പോൾ ശരി.